എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫി അവനാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പാ കാർപ്പിനോട് കെഞ്ചാണ്. ഗ്രാൻഡ് പാ പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ പോകാനായിട്ട് അനുവദിക്കണം. എനിക്ക് എയ്സിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. എനിക്ക് ആകെയുള്ള ഒരേ ഒരു ബ്രദറാണ് എയ്സ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ കാർപ്പാണെങ്കിൽ അപ്പോഴും അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ആളുടെ ഡിസിഷനിൽ യാതൊരു ചേഞ്ചും ഇല്ല. സെൻഗോക്കുവിനാണെങ്കിൽ എന്തായി തീരും എന്നറിയാതെയുള്ള വലിയൊരു കൺഫ്യൂഷൻ. അതേസമയം നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ലൂഫിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയില് അങ്ങനെ ബോധം പോലും പോയി വീണ് കിടക്കുകയാണ്. എൽമപ്പോ ആണെങ്കിൽ അവനിപ്പോ താങ്ങിയെടുക്കും. എടാ എഴുന്നേക്ക്, എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട എന്ന്. എന്നിട്ടിപ്പോ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. എൽമപ്പോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ കണ്ണാടി പയ്യനെ മടിയിലിരുത്തി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അവന്റെ കണ്ണുനീര് അത് ധാരധാരയായിട്ട് ഒഴുകി ഇപ്പൊ കണ്ണാടി പയ്യന്റെ മുഖത്ത് വീഴും. ഉടനെ അവൻ പതിയെ കണ്ണു തുറക്കും. എൽമപ്പോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കണ്ണാടിപ്പയ്യൻ ചോദിക്കും, ലൂഫി അവൻ എവിടെ? അതിന് എൽമപ്പോ അവൻ ഓൾറെഡി ഒരുപാട് ദൂരം ഓടിക്കഴിഞ്ഞു. ഇപ്പൊ ഓൾമോസ്റ്റ് എയ്സിന്റെ അടുത്തേക്ക് എത്താനായി. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഗ്രാൻഡ് കാർപ്പ് ആളിപ്പോ ലൂഫിയെ തടഞ്ഞിട്ടാണുള്ളത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ നേവി സോൾജിയേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പീരങ്കി ഗണ്ണൊക്കെ ലൂഫിക്ക് നേരെ പോയിന്റ് ചെയ്യും. എങ്ങനെയെങ്കിലും അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടണം എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അനങ്ങി പോവരുത്, അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് വീണ നിങ്ങളെ എല്ലാവരെയും ഞാൻ കല്ലാക്കി മാറ്റുമെന്ന് പറഞ്ഞ് കുറച്ചുപേരെ അവളുടെ ആരോ ഉപയോഗിച്ച് കല്ലാക്കി മാറ്റും. നേവിക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഷടാ, ഇവളെന്താ ഇങ്ങനെ? ഇവള് നമ്മുടെ നേവി ടീമല്ലേ, പിന്നെ എന്തിനായിരിക്കും ഇവള് ലൂഫിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് അവള് പറയും, ലൂഫിയെ ഞാൻ മാരേജ് ചെയ്യാൻ പോവാണ്. ഇനി മുതൽ കാർപ്പ് അദ്ദേഹം എന്റെയും ഗ്രാൻഡ് പേ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളിപ്പോ കൊഞ്ചി കുറുവി അങ്ങനെ നിൽക്കും. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മുടെ ലൂഫി അവൻ ആ ബ്രിഡ്ജ് വഴി മുകളിലേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ബ്രിഡ്ജ് അത് കുറേശ്ശെ തകർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുക. അത് കണ്ട ബാക്കി പൈററ്റ്സ് അവര് വിളിച്ചു പോവും, ലൂഫി ആ ബ്രിഡ്ജ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നീ എത്രയും വേഗം മുൻപോട്ടേക്ക് ഓടിക്കയറണം. കട്ട് ചെയ്ത കാർപ്പാണെങ്കിൽ ആള് വീണ്ടും വലിയ ശബ്ദത്തിൽ തീർത്തു പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എയ്സിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന്. എയ്സിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിനു മുൻപേ നീ എന്നെ കൊല്ലണം. ലൂഫി ആണെങ്കിൽ അത് കേട്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. അവൻ ഒരു സെക്കൻഡ് പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവന്റെ ഗ്രാൻഡ് കാർപ്പോയിട്ട് ട്രെയിനിങ് എടുത്തത് ആളവന് ഫൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരുപാട് കുരങ്ങന്മാരെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഒരു നിമിഷം ആലോചിക്കുകയാണ്. ആക്ച്വലി കാർപ്പിന് ഏറ്റവും ഇഷ്ടം ലൂഫിയും എയ്സും. അവർ രണ്ടുപേരും നേവി ഓഫീസർ ആവുന്നതാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, എനിക്ക് നേവിക്കാരനൊന്നും ആവണ്ട, എനിക്കൊരു വലിയ പൈററ്റ് ആവണം. വെറും പൈററ്റ് അല്ല, ഒരു പൈററ്റ് കിങ്. അതിന് കാർപ്പാണെങ്കിൽ അവൻ അച്ചരം പൊച്ചറ ഇടിച്ച് അങ്ങനെ തോളിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ട്രെയിനിങ്ങും അടിയിടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചെക്കനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങും. കാർപ്പിനാണെങ്കിൽ അവനോട് ഭയങ്കര സ്നേഹമാണ്. എനിക്കറിയാം നിനക്ക് എന്നോട് നല്ല ദേഷ്യമായിരിക്കുമെന്ന്, പക്ഷെ നിന്റെ നല്ല ഭാവി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ പ്രസന്റ് കാർപ്പിനോട് പറയും, എന്നെ പോലെ തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡ് അല്ലേ എയ്സ്, അവന്റെ ജീവനാണ് ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് അല്പമെങ്കിലും കരുണ എന്നോടും അവനോട് കാണിച്ചൂടെ? അതിന് കാർപ്പ് ആള് തീർത്തു പറയും, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ വലുത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്ന നേവിയെ തന്നെയാണ്. ഒരു കാരണവശാലും എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ലൂഫി നടന്നു വന്ന ആ ഒരു ബ്രിഡ്ജ് അതിപ്പോ കുറേശ്ശെ പൊട്ടാനായിട്ട് ആരംഭിക്കും. കാർപ്പാണെങ്കിൽ പഴയ സന്തോഷ നിമിഷങ്ങള് അതെല്ലാം ആലോചിച്ച് കണ്ണടച്ച് ലൂഫി ഇടിക്കാൻ തയ്യാറാവും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ സെക്കൻഡ് ഗിയറിലേക്ക് പോയി കാർപ്പിനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയില് കാർപ്പ് തെറിച്ചു വന്ന് താഴെ അടിച്ചു വീഴും. ആൾക്ക് പരിക്കൊന്നും പറ്റില്ല, പക്ഷെ ചെറുതായിട്ട് ഒന്ന് ബോധം പോവും. ഉടനെ ലോങ് ഷോട്ടില് ഹിസറോ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ലൂഫിയെയും വൈറ്റ് ബിയർഡിനെയും കളിയാക്കാൻ തുടങ്ങും. വൈറ്റ് ബിയർഡ് ആളുടെ സ്ക്വാഡ് വെച്ച് അവനെ ആഞ്ഞടിക്കും. പക്ഷെ അവൻ ലൈറ്റ് പവർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫി അങ്ങനെ ദിവസങ്ങൾ നീണ്ട ഓട്ടത്തിനൊടുവില് എയ്സിന്റെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടനും അനുജനും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് പരസ്പരം നോക്കും. ലൂഫി ആണെങ്കിൽ അവൻ അഴിക്കാൻ വേണ്ടി പോക്കറ്റിലുണ്ടായിരുന്ന ആ കീ കയ്യിലെടുക്കും. ഉടനെ സെൻഗോക്കു ആളിപ്പോ ആദ്യമായിട്ട് ആളുടെ മുഴുവൻ പവറും അത് പുറത്തേക്ക് എടുക്കുകയാണ്.
ആളുടെ സൈസ് ഡബിൾ ആവും, ട്രിപ്പിൾ മടങ്ങാവും, ഒടുവില് 10 മടങ്ങായി മാറും. ഗോൾഡ് കളറില് സെൻഗോക്കു ആണെങ്കിൽ അങ്ങനെ കത്തി നിൽക്കാണ്. ആ ബിൽഡിങ്ങിന് പോലും ഇപ്പൊ അവന്റെ വെയിറ്റ് താങ്ങാൻ കഴിയില്ല. സെൻഗോക്കുവിന്റെ പവർ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും വണ്ടറടിച്ച് ഇപ്പൊ സെൻഗോക്കുയെ തന്നെ നോക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ കയ്യിലുള്ള കീ അതെടുത്ത് എയ്സിന്റെ ഹാൻഡ് കഫ് അത് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് ആ കിസറു അവൻ അത് കണ്ട് ക്യാഷ്വലായിട്ട് ചിരിക്കും. അതിനുശേഷം അവന്റെ ബീം പവർ അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ലൂഫിയുടെ കയ്യിലുണ്ടായിരുന്ന കീ അത് രണ്ടായി ഓടിച്ച് താഴെയിടും. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. ഇനി ഞാൻ എന്താ ചെയ്യാ, എന്റെ കയ്യില് ആ കീ ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും എയ്സിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും അത് അഴിക്കാനായിട്ട് പിടിച്ചു വലിക്കും. ഉടനെ സെൻഗോക്കു, നിന്റെ തൊട്ടു പുറകില് ഇത്രയും വലിയൊരു ശക്തി നിന്നിട്ട് നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല അല്ലേ, എന്റെ പവർ എന്താണെന്ന് നീ അനുഭവിച്ചറിയാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അപ്പോഴായിരിക്കും ലൂഫിയുടെ കയ്യിൽ നിന്ന് തകർന്ന ഒരു കീ കാണിക്കുക. ആ കീയുടെ തൊട്ടടുത്ത് നമ്പർ 3 അവനാണ് ആക്ച്വലി എയ്സിനെ കൊല്ലാൻ വന്നതില് ഒരാള്. ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് അവനെ നോക്കും. ലൂഫിക്ക് മനസ്സിലാവും അവൻ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ വേഷത്തില് അവിടേക്ക് വന്നതെന്ന്. അവരെന്തെങ്കിലും ചെയ്യാനോ പറയാനോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ സെൻഗോക്കു അവനാണെങ്കിൽ കൈ ചുരുട്ടി ഇപ്പൊ ഇട്ടിക്കാനായിട്ട് വരാണ്. ലൂഫി വിളിച്ചു പറയും, നമ്പർ 3 നീ എയ്സിന്റെ കാര്യം നോക്ക്, സെൻഗോക്കുവിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവന് നേരെ തിരിയും. അവനാണെങ്കിൽ ലൂഫി ആഞ്ഞെട്ടിക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ ലൂഫി അവന്റെ സൈസ് വലുതാക്കി ഒരു ബലൂൺ പോലായി മാറും. പക്ഷെ അവന്റെ പഞ്ച് അതിന് നല്ല പവർ ആയതുകൊണ്ട് തന്നെ ലൂഫിയുടെ വായിലൂടെ മൂക്കിലൂടെ ഓരെ അങ്ങനെ പുറത്തേക്ക് തുളുമ്പാണ്. നമ്പർ 3 ആണെങ്കിൽ അവന്റെ വാക്സ് പവർ ഉപയോഗിച്ച് ഇപ്പൊ ഒരു ഷീൽഡ് പോലെ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടെ സെൻഗോക്കുവിന്റെ പഞ്ചില് ഇപ്പൊ ആ ബിൽഡിംഗ് പോലും തകർന്ന് പതിയെ പതിയെ താഴേക്ക് വീഴാൻ തുടങ്ങും. എയ്സ്, നമ്പർ 3, ലൂഫി അവര് 3 പേരും ഇപ്പൊ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3 ആണെങ്കിൽ അവന്റെ വാക്സ് പവർ വെച്ച് എയ്സിനെ രക്ഷിക്കാൻ ഒരു കീ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ലൂഫി അവൻ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനിപ്പോ സൈസ് ഒരുപാട് ചെറുതാവും. പക്ഷേ നമ്പർ 3 അവൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോ ഇപ്പൊ അവനും ഒരുപാട് സന്തോഷാവും. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ നമ്പർ 3 കണ്ട് ഷോക്കാവും. ഓ മൈ ഗോഡ്, അവൻ ഇതുവരെ രക്ഷപ്പെട്ടില്ലേ, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ 3 തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് എയ്സിനെ കൊല്ലാനായി രണ്ടാമതായിട്ട് 2 സോൾജേഴ്സ് അവരുടെ സ്ക്വാഡൊക്കെ എടുത്ത് തയ്യാറായി ആ എക്സിക്യൂഷൻ ബേസ് ലക്ഷ്യമാക്കി അങ്ങനെ ഉഷാറായിട്ട് വരികയാണ്. നമ്പർ 3 ആണെങ്കിൽ അത് കണ്ട് എങ്ങനെയെങ്കിലും ലൂഫിയെ സഹായിക്കണം തോന്നും. കാരണം എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാടായി ലൂഫി കഷ്ടപ്പെടുന്നു. ലൂഫി മാത്രമല്ല, ആ ഡാൻസർ, പൈററ്റ് കമാൻഡേഴ്സ് എന്നിങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ്. കാരണവശാലും അവരെ ഒന്നും കഷ്ടപ്പാട് അത് വെറുതെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആരും അറിയാതെ ആ ഡ്രസ്സിംഗ് റൂമിൽ കയറി പറ്റും. അതിനുശേഷം അതിലൊരാളെ കൊന്നു കളഞ്ഞ് അവരുടെ ഡ്രസ്സിൽ ആയുധമായി എയ്സിന്റെ അടുത്തേക്ക് വന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്പർ 3 ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ കീ റെഡിയാക്കും. അതിനുശേഷം ലൂഫിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. അവനാ കീ ക്യാച്ച് ചെയ്ത് അത് തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും വലിയൊരു ബ്ലാസ്റ്റ് വലിയ ശബ്ദത്തില് പൊട്ടിത്തെറിക്കും. ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാരടക്കം എല്ലാവരും ലൂഫിയുടെയും എയ്സിന്റെയും നമ്പർ 3യുടെയും കഥ കഴിഞ്ഞു എന്ന് കരുതി സ്തംഭിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഒരു ഹാൻഡ് കഫ് അതങ്ങനെ തെറിച്ചു വന്ന് മിലിറ്ററി ഫോഴ്സിന് മുൻപിൽ വീഴുക. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ചെക്കൻ അവൻ എയ്സിനെ രക്ഷപ്പെടുത്തി. അവർ രണ്ടുപേരും പരസ്പരം ഹാപ്പി ആയിട്ട് നോക്കും. അവിടെ ചുറ്റും ഉണ്ടായിരുന്ന പൈററ്റ്സ്, ഇവാൻ, അങ്ങനെ എല്ലാവരും സന്തോഷത്തില് തുള്ളിച്ചാടുകയാണ്. പക്ഷെ നേവിക്കാർക്ക് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഒരു കുഞ്ഞി പയ്യൻ അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് എയ്സിനെ രക്ഷപ്പെടുത്തി. ഉടനെ നമ്മുടെ എയ്സ് അവനാണെങ്കിൽ വമ്പ സ്റ്റൈലിൽ പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.